ആദിൽ ബിന്നിയോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ തലയിലിരിക്കുന്നത്, മഗ്ഗാണോ? അപ്പോഴത്തേന് ബിന്നി ഒന്ന് ചമ്മി. അതിൻ്റെ തൊട്ട് പുറകെ അനുമോള് പറയുന്നുണ്ട്, ഇത് സിക്കന്ദറല്ല, ചുണ്ടനലി. അപ്പോൾ അത് ബിന്നിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബിന്നി ഉടനെ പറയാം, എന്ത് പറഞ്ഞാലും അതിൻ്റെ തൊട്ട് പുറകിൽ അഹഹഹ എന്ന് ചിരിച്ചിട്ട് അനുമോളെ കളിയാക്കിയിട്ട് ചോദിക്കുന്നത് അതുള്ളതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആര്യൻ 2 മുടിയെടുത്ത് ബിന്നിയുടെ മുഖത്തോട്ട് കൊണ്ടുവന്ന് അടിച്ചിട്ടൊരു പോക്ക് പോയി. ഉടനെ പറയണം, നീ കുളിച്ചിട്ട് 2 ആഴ്ചയ്ക്ക് മേളിലായല്ലോ, ഭയങ്കരമായ നാറ്റം, നല്ല ചീഞ്ഞ നാറ്റമുണ്ട്, 2 മാസമായി കാണുമല്ലോ കുളിച്ചിട്ട്, നിന്നോട് ആരാ മണത്ത് നോക്കാൻ പറഞ്ഞെന്ന് ആതിര ചോദിക്കുന്നുണ്ട് ബിന്നിയോട്. തലയൊക്കെ ചൊറിയുന്നുണ്ടല്ലോ, പേനുണ്ടോ തലയിലെന്ന് ബിന്നി ചോദിക്കുന്നുണ്ട് ആര്യനോട്. ആര്യനോട് പറയുന്നുണ്ട്, പാവാട ഇടുമ്പോൾ ശ്രദ്ധിക്കുക, കുടുംബ പ്രേക്ഷകർക്ക് വയറ് കാണും. അപ്പോഴേക്ക് സിക്കന്ദർ ലിവിങ് റൂമിലേക്ക് വന്നിട്ട് ചോദിക്കണം, നീ എന്താണ് ഇവിടെ, നാടകം കളിക്കുന്നതിന് 50,000 രൂപ വാങ്ങിക്കൊണ്ട് പോയിട്ട് 1 മാസത്തിലേറെ ആയല്ലോ, അത് വെച്ചിട്ട് ഞാനൊരു ഭൂതത്തിനെ മേടിച്ച് അതാണിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ആടിക്കളിക്കുന്നതെന്ന് നിവിൻ പറയുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട്, ഈ ഭൂതത്തിന് സ്വന്തം മക്കൾ പോലും എവിടാന്ന് പോലും അറിയത്തില്ല, അങ്ങനെയുള്ളൊരു ഭൂതമായിപ്പോയെന്ന്. നിവിൻ പറയുകയാണ്, ചൊറി പിടിച്ച് സിക്കന്ദർ. ലക്ഷ്മി നെവിനോട് പറയുകയാണ്, നെവിൻ ദുഷ്യന്തനാണല്ലോ, അപ്പോൾ ലക്ഷ്മി പറയുകയാണ്, മായാമോഹിനിയുടെ കൂടെ വേണ്ട ഒരു വിരൽ ചൂണ്ടിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നെവിൻ ചോദിക്കുകയാണ്, അതെന്താ അവൾക്കും വലിയ വികാരങ്ങൾ, ആശ്രമത്തിൽ ഒറ്റയ്ക്ക് മാത്രം വിശ്രമിച്ചാൽ മതിയെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് നെവിനോട്. ആര്യൻ ഷാനവാസിനെ വിളിക്കുകയാണ്, പൊടി വേൽമുരുക, കുറച്ച് നാൾ എന്നെ വളയ്ക്കാൻ നോക്കിയതല്ലേ, എന്നിട്ട് കിട്ടിയില്ലല്ലോ, ഇത് ഏതാ ഈ പഞ്ചാബി മോൾ, എന്ത് സാധനം ഈ പഞ്ചാബി മോളെന്ന് ആര്യൻ ചോദിക്കുന്നുണ്ട്. മായാമോഹിനി നന്ദിനിയോട് പറയാണ്, എനിക്ക് ആ വേൽമുരുകനെ ഇഷ്ടപ്പെട്ട്, നീ ഒന്ന് വളച്ചതായോ? അപ്പം നന്ദിനി പറഞ്ഞു, നിനക്ക് ഇഷ്ടപ്പെട്ടോ, എന്നാൽ നമുക്ക് നോക്കാം, ഞാൻ പറയാം എന്ന് പറയുന്നുണ്ട്. ആര്യൻ അനുമോളോട് പറയാണ്, ആ 2 നാരങ്ങ എടുത്ത് നീ എൻ്റെ നെഞ്ചത്തോടൊന്ന് വെക്കും, നമുക്ക് വരെ പറ്റിക്കാം. അപ്പോൾ അനുമോൾ പറയാം, നിൻ്റെ ആപ്പിൾ ഇവിടെ ഇരിപ്പുണ്ട്. ആര്യൻ പറയാം, അത് നീ എടുത്തോ.